തല്ലുന്നേ? ഹലോ, എവിടെയാ പോന്നെ? സിന്ധു സന്തോഷത്തില്ല. മണ്ടേ മലയാളാണ്. അത്തനേടേ മാത്തമോനേടേ കുഞ്ഞപ്പ ഹലോ ഗൈസ്, ഇതാ സിദ്ധുവാ പറയുന്നേ. ഹലോ പറ. ഹലോ ഗൈസ്, ഞാളിപ്പം കൊയിലാണ്ടി പോവാണ്. അച്ഛൻ എവിടെയാ പോയെന്ന് പറഞ്ഞു കൊടുക്കും സിദ്ധു. അച്ഛൻ വോട്ടിങ്ങിന് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. തോടന്നൂർ സ്കൂളാണ് ഇലക്ഷൻ ഡ്യൂട്ടി. അതിനെ കൊണ്ട് ഇന്ന് സൈഷേടം വരൂല, നാളെ രാത്രിയാ വരൂ. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായതിനെ കൊണ്ട് ഞാൻ കൊയിലാണ്ടിക്ക് പോകുക ഗൈസ്. നാളെ വരും. അച്ഛനും നാളെ വരും. അപ്പൊ അച്ഛൻ സ്ഥിരമായിട്ട് ഞങ്ങളെ കൂടാണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലായി പോകുന്നുണ്ട്. ഒന്ന് ടൂറിന് പോയി, ഒന്ന് ഇലക്ഷന് പോയി അല്ലേ? ഇലക്ഷന് പോയി. ഇനി ഞാൻ ടൂറിന് പോകും. ഇനി അടുത്തത് ബാംഗ്ലൂരിലായിരിക്കുന്നു. അപ്പോൾ ഇതാ കുഞ്ഞുണ്ട് വാതിലൊക്കെ അടച്ച് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കൊയിലാണ്ടിക്ക് പോവുകയാണ്. ഇപ്പോൾ കൊയിലാണ്ടിലെ വിശേഷങ്ങൾ കാണാമല്ലോ. താക്കോലും പക്കം എടുക്കല്ലേ? എന്തായാലും ഇമ്പള് വന്നിട്ടല്ലേ അച്ഛൻ വരും. ഞാൻ ആദ്യം വിചാരിച്ചു ബേക്കറി അങ്ങ് വാങ്ങല്ലേ. സിന്ധു എന്ന് പറഞ്ഞ് പഠിക്കണ്ടല്ലോ. അവര് പരീക്ഷ ബുധനാഴ്ചയല്ലേ? ഇവിടെ കുഞ്ഞൂനാണ് മണ്ടേ, മലയാളാണ്. ഇത് പരീക്ഷയാണെങ്കിലും കൊയിലാണ്ടിക്കാന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് പരീക്ഷയല്ല അല്ലേ സിദ്ധു? പോയിട്ട് വന്നിട്ടെന്നെ കാര്യം. ഓക്കെ, നമുക്ക് സാധനം വാങ്ങാം. സജീഷേട്ടനും ദേവും ഒന്നും ഇല്ലാണ്ട് ഞാനും മക്കളും കൂടി ഇതുവരെ കൊയിലാണ്ടിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു വിഷമവും പേടിയും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൈക്കും കൂടിയും വയ്യാത്തതിനെ കൊണ്ടൊരു പേടിയാട്ടോ. ഇവർ രണ്ടുപേരും ഫ്രണ്ട് കയറി ഇരുന്നിട്ടുണ്ടേ. കാരണം ബസ്സിൻ്റെ മുന്നിൽ തന്നെ ഞാൻ കുറേ വിചാരിച്ചു. കാരണം സിദ്ധു ഒരു പക്ഷേ ഉറക്ക് വന്നാലോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അവന് ഉറങ്ങുമൊന്നും ചെയ്തില്ല. കുട്ടികൾക്ക് അങ്ങനത്തെ സ്ഥലത്ത് ഇരിക്കാനൊക്കെ ഇഷ്ടമുണ്ടാവുമല്ലോ ബസ്സിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ പിന്നെ അങ്ങനെ വേഗം തന്നെ കൊയിലാണ്ടി എത്തിയ സമയത്ത് നമ്മളെ നാട്ടിലോട്ടുള്ള ഓട്ടോ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓട്ടോ കയറി ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 1/4 മണിക്കൂർ ദൂരമൊന്നും ഇല്ല വീട്ടിലോട്ട് നിന്ന്. അപ്പം വീട്ടിലെത്തി. ഇതാണ് വീട്. എല്ലാവർക്കും അറിയാലോ, ഇത്രയും ദിവസമായി എല്ലാ വീഡിയോസിലും കാണുന്നതാണ്. കല്യാണം കണ്ടതാണ്, എല്ലാം കണ്ട. ഇനി പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട് കൊയിലാണ്ടി. അപ്പോൾ കൊയിലാണ്ടി എത്തി. ഇനിയിപ്പം വേറെ ഒന്നും വേണ്ട, നമ്മൾ അതിനു വരും. അതേപോലെ നമ്മളെ മാത്തം വരും. മാത്തനെ അറിയാലോ, ഞങ്ങളെ പ്രിയപ്പെട്ട നായ്ക്കുട്ടിയാണേ. നായ്ക്കുട്ടിയല്ല, നായി. അപ്പോൾ ഇതാ പ്രസേജ് ഇവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നേ. അപ്പം മാത്തനെ കാണാം. ഇതെന്തിനെ കിടക്കുന്നേ? നമ്മളിങ്ങനെ തൊഴാൻ പോകുമ്പോഴേ ഓനങ്ങോട്ട് കടന്നു തരൂ കേട്ടോ, ഒന്നും അറിയാത്ത പോലെ. ഞങ്ങൾ ഗേറ്റ് തുറന്ന് വരുമ്പോഴേ ഒച്ച ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സിന്ധേച്ചി കുറേ എണ്ണക്കടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം നാരങ്ങ വെള്ളം എല്ലാം കലക്കി. അപ്പം ഞാനും മക്കളും കൂടി അതൊക്കെ കുടിച്ചേ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സജീഷ് ഏട്ടൻ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയത് കൂടാതെ ഇന്ന് എൻ്റെ മൂന്നാമതൊരു ഏട്ടൻ ഉണ്ടായിരുന്നു. ആ ഏട്ടൻ മരിച്ച ദിവസം കേട്ടോ, നാളെ. അപ്പം നമ്മൾ നാളെ ബലിയിടണമെങ്കിൽ ഇന്ന് വ്രതം എടുക്കുമല്ലോ. അപ്പം ഞാനിന്ന് വ്രതം എടുത്തും കൊണ്ടാണ് വന്നത്. അപ്പം അതാണ് കാര്യമായിട്ട് വന്നത് അതാണ്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മളെ പിന്നെ സജീഷേട്ടനും കൂടി ഇവിടെ ഇല്ലാത്തൊരു സംഭവമുണ്ട്. പിന്നെ ഇതൊക്കെയായിരുന്നു ഉച്ചക്കത്തെ ഫുഡിന്. എല്ലാം വെജിറ്റേറിയനാണ്. മോരുണ്ടായിരുന്നു, ചീരേൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു, പയറിൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു, എരിശ്ശേരി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, തക്കാളി ചട്ടണി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ വെജിറ്റബിൾ കറികളായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നേ. പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാവരുടെയും എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഞങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒരു നേരമാണ് അരി ഭക്ഷണം കഴിക്കുക. അപ്പം അത് തന്നെ ഇലയെല്ലാം മുറിച്ചിട്ട് അങ്ങനെയൊക്കെ കഴിക്കണം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇലയൊക്കെ മുറിച്ചിട്ടായിരുന്നേ ഫുഡ് കഴിക്കാനിരുന്നത്. ഈ വ്രതം എടുക്കുന്ന പോലെ ഫസ്റ്റ് കഴിക്കണം, കഴിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് പോവരുത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാട്ടോ. എത്രത്തോളം ശരിയുണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാ.
അപ്പം ഈ ചെറിയൊരു പച്ചമുളക് വെച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതിനെ കൊണ്ട് വീട്ടിലവിടെ ഉണ്ടായ പച്ചമുളക് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂട്ടി, അപ്പോൾ ഇതാണ് ഏച്ചീൻ്റെ വീട്. എൻ്റെ വീടിൻ്റെ ഞങ്ങൾ എല്ലാവരും അടുത്ത് തന്നെയാണ് കേട്ടോ വീട്. ഏട്ടൻ്റെ ഏച്ചീൻ്റെ ഒക്കെ വീടുകളൊക്കെ അടുത്താണ്. പിന്നെ മക്കളെല്ലാവരും നോൽമ്പ് നോറ്റിട്ടുണ്ടായിരുന്നേ ബലിയിടാൻ വേണ്ടിയിട്ട് നാളെ. അപ്പോൾ ഇതാ ശാലൂട്ടി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ആദ്യമുണ്ട്. അപ്പോൾ ഇല്ലാത്ത കുറച്ച് പേരുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഏട്ടൻ എന്ന് വെച്ചാൽ മൂന്നാമത്തെ ഏട്ടനാണ്. അതുകൊണ്ട് തന്നെ മൂത്ത ആൾക്കാർ ഇടൂലല്ലോ, ഇളയ ആൾക്കാരാണല്ലോ ഇടുക. അപ്പം നമ്മൾ ഇളയ ആൾക്കാരൊക്കെ ഒരുവിധം പറ്റുന്നവരൊക്കെ പിന്നെ ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാകാൻ നമ്മളെ കുഞ്ഞു സിദ്ധുവിനും കഴിഞ്ഞു എന്നുള്ളതാട്ടോ വേറൊരു കാര്യം. അപ്പം അവർ ബലിയൊന്നും ഇടുന്നില്ല, എന്നാലും അവരുടെ മാമൻ എന്നുള്ള നിലയിൽ അവരതിനും കൂടെ എൻ്റെ കൂടെ തന്നെ നിന്ന്. പിന്നെ വൈകുന്നേരമായ സമയത്ത് പിന്നെ ചായേൻ്റെ പരിപാടിയാണ്. ഇപ്പം ഈ അമ്മിനു എന്നാണ് വിളിക്കുക, അതുല്യ എന്നാട്ടോ ശരിക്കുള്ള പേര്. അതായത് ഏച്ചീൻ്റെ മൂത്ത ചേച്ചീൻ്റെ മോളാണ്, ഹോമിയോ ഡോക്ടർ. ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ, കണ്ട് ഒരു പക്ഷേ എല്ലാവർക്കും അറിയണ്ടാവും. അപ്പോൾ എന്നാലും വീഡിയോ കാണുമ്പോൾ ഒരു മുഖം താഴ്ത്തി പോകുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പഴംപൊരി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ശാലു ഇന്ന് സ്പെഷ്യൽ പഴംപൊരി ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു പ്രേതത്തിന്റെ സിനിമ പഴം വേണോ? പഴംപൊരി മതി. സിദ്ധു എത്ര നേരം ഒരു സിനിമ കാണേന് കേട്ടോ, ഒറ്റയ്ക്കിരുന്ന് കണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ, പേടിച്ചിട്ട്, നമ്മളെ പ്രണവ് മോഹൻലാലിൻ്റെ. അപ്പോൾ ഇനിയിപ്പോൾ ചായ കുടിക്കാൻ പോവുകയാണേ. ഇപ്പോൾ പഴംപൊരി മതി, പഴം വേണ്ടാന്ന് പറഞ്ഞിട്ട് പഴം അവിടെ വെച്ച് പോയിട്ടോ. പിന്നെ രാത്രിത്തേക്കുള്ള നല്ല പൂളയും ചെറുപയറിട്ട് അടിപൊളി കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ കപ്പൂള ഇങ്ങനെ അച്ചാറും കൂട്ടിയിട്ടൊക്കെ, വെറും ഒന്നും വറവൊന്നും ഇടാതെ നമ്മൾ ഇങ്ങനെ അച്ചാർ അല്ലെങ്കിൽ നമ്മൾ ഉള്ളി പുളി പച്ചമുളകും കൂടെ ചമ്മന്തിയൊക്കെ കൂട്ടി കുത്തി തിന്നല്ലോ, അത് രസം ഉണ്ടാവില്ലേ. അപ്പം കപ്പേൻ്റെ കറി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കപ്പയാട്ടോ അത്, ചെറുപയറിലിട്ട് കപ്പ ബാക്കിയാണേ. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഇവിടെ വന്നാൽ ഭയങ്കര സന്തോഷമാണ്. ഞാൻ പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ, അല്ല മോഹം കണ്ടറിഞ്ഞൂടെ. പിന്നെ ചായ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇനി ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ പഴംപൊരി സ്പെഷ്യൽ പഴംപൊരിയാണെന്ന് ഞാൻ പറഞ്ഞില്ല, ശാലു ഉണ്ടാക്കിയ പഴംപൊരിയായിരുന്നു. അപ്പോൾ പഴംപൊരിയും ചായയും എല്ലാം കൂടെ ഒരുപാട് പേരുള്ളതിനെ കൊണ്ട് ഒരുപാട് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഏച്ചീൻ്റെ വീട്ടിൽ നിന്ന്, അതായത് ഏച്ചീൻ്റെ വീട്ടിൽ നിന്നാണ് നോൽമ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെയായിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പറമ്പിലാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു സ്ഥലത്ത് വന്നാൽ എല്ലാ സ്ഥലത്തും പോകാൻ പറ്റുന്ന രീതിയിൽ കേട്ടോ. അപ്പം മേശപ്പുറത്ത് കൊണ്ടുവച്ച് ഇങ്ങനെ എല്ലാവരും കൂടിയും കുടിക്കുക, കഥ പറഞ്ഞിരിക്കുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് ആളുകളെ വീട്ടിൽ നിന്നുള്ളതിനെ കൊണ്ടായിരിക്കാം എനിക്ക് നിശബ്ദത എന്ന് പറയുന്നതൊക്കെ, സൈലൻ്റൊക്കെ ഭയങ്കര പേടിയെന്ന് വെച്ചാൽ എന്തോ ഒരു ടെൻഷനാണ്. എനിക്ക് ഈ ആൾക്കാരുണ്ടാവുന്ന തന്നെയാണ് ഇഷ്ടം. അപ്പോഴത്തേക്ക് പ്രസാദേട്ടൻ വന്നേ. ഇനിയിപ്പം പ്രസാദേട്ടൻ ഈ ഞായറാഴ്ച തിരിച്ചു പോവുക കേട്ടോ. നമ്മളെ മാലുവിൻ്റെ കല്യാണത്തിന് വന്നതല്ലായിരുന്നോ. അപ്പോൾ ഈ പ്രാവശ്യം ഇപ്പം വന്ന് ലീവൊക്കെ കഴിഞ്ഞ് ഗൾഫിലോട്ട് പോവുകയാണ്. അപ്പോഴേക്കും കിച്ചു അമ്പലത്തിലെ പ്രസാദമായിട്ട് വന്നിട്ടോ. വൈകുന്നേരം കഴിച്ച പൂജേൻ്റെ പ്രസാദമാണ്. കിച്ചുവിനെ എല്ലാവർക്കും അറിയാലോ, മാമൻ്റെ മോൻ്റെ ഭാര്യയാണ്, ശ്രീലക്ഷ്മി എന്നാണ് പേര്. പിന്നെ നമ്മൾ കിച്ചു എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓളെ പ്രസാദം കൊണ്ടുവന്നപ്പം അരിഭക്ഷണം കഴിക്കാത്തവർക്ക് കഴിക്കാമല്ലോ. അപ്പം വ്രതമില്ലാത്തവരൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ രാത്രിത്തെ പൂളിയും ചെറുപയറിൻ്റെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പുട്ട് എന്ന് പറയുന്ന അരിപ്പുട്ടല്ല, റവേൻ്റെ പുട്ടാണ്. നമ്മൾ ഒരു നേരം മാത്രമാണ് അരിൻ്റെ ഭക്ഷണം കഴിക്കുന്നത്. അത് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതാണ്. രാവിലെയും രാത്രിയെല്ലാം നമ്മൾ റവയോ അങ്ങനെ പിന്നെ ഭക്ഷണം കഴിച്ച് വേഗം കടന്നിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ രാവിലെ എണീറ്റുമ്പോൾ ബലിയിടേണ്ടതാണ്. പിന്നെ ഈ മക്കൾ കഥയൊക്കെ പറഞ്ഞ് എല്ലാം കൂടി കിടക്കുമ്പോഴത്തേക്ക് 11-12 മണിയായിട്ടോ. രാവിലെ തന്നെ ഇങ്ങനെ സുന്ദരമായ കാഴ്ചകളൊന്നും ഞാൻ ഇവിടുന്ന് വടകരയിൽ നിന്ന് കാണാനില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തോ ഒരു രസമാണ്. ഈ കനകാമ്പരം നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ നല്ല തണുപ്പായിരുന്നു. ഞാൻ ടെറസിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് നോക്കിയത് എൻ്റെ അമ്മോ ഭയങ്കര തണുപ്പും. കാരണം നിറച്ചും മരങ്ങളാണ് കേട്ടോ ചുറ്റും. അതുകൊണ്ടൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു നല്ല തണുപ്പായിരുന്നു. അപ്പോഴേക്കും പിന്നെ കുഞ്ഞു സിദ്ധുവൊക്കെ ഉണർന്ന് കേട്ടോ. കൊയിലാണ്ടി വന്നാൽ പിന്നെ ഉറക്കില്ലല്ലോ. പിന്നെ ഞാൻ വേഗം ബലിയിടുന്ന ദിവസമായതിനെ കൊണ്ട് തന്നെ കുളിക്കാൻ പോയി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഞാൻ പറഞ്ഞല്ലോ ലൈനു വരെ ബലിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ബലീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണേ. പിന്നെ ഇതിപ്പം എനിക്ക് അധികവും പറ്റാത്ത സമയങ്ങളിലെല്ലാം നമ്മൾ ഇടുന്നതാണ്. ഇനി എന്തെങ്കിലും മുടക്കമുണ്ടെങ്കിൽ, അതായത് പീരീഡ്സോ കാര്യങ്ങളോ വന്നാൽ മാത്രം കേട്ടോ ഈ ബലിയിടൽ മുടങ്ങിപ്പോവലുള്ളൂ. പിന്നെ അതിനുശേഷം എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പോകും.
വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴുള്ള ഈ ഒരുക്കാട്ടോ കാണുന്നത്. എല്ലാവരും വേഗം കുളിച്ച് അടിപൊളിയായിട്ട് വോട്ട് ചെയ്യാൻ പോയ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ പിന്നെ ഈ കനകാമ്പരത്തിൻ്റെ അടുത്ത് ഒരു പൂ വിരിഞ്ഞെടുത്ത് ഒന്ന് ഫോട്ടോ എടുക്കാത്തൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പം ഞാൻ ചോദിച്ചതാട്ടോ പ്രസീച്ചിനോട് ഫോട്ടോ എടുത്ത് തരണമെന്ന്. പക്ഷെ ഓള് പറഞ്ഞു ഫോട്ടോ എടുക്കണ്ട, ഈ ആ കനകാമ്പരം ഒന്ന് നോക്കുമെന്ന്. സത്യമാട്ടോ, നല്ല മുല്ലപ്പൂവിൻ്റെ നടുക്ക് വെച്ചിട്ട് ഇതിങ്ങനെ കോർത്ത് ശരിക്കും തലയിൽ വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. പണ്ട് ഞാനൊക്കെ കനകാമ്പരം മാത്രം തലയിൽ കോർത്ത് വെക്കുമായിരുന്നു. പിന്നെ ഞാൻ ബലിയിട്ട സ്ഥലം എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ല എല്ലാം അടുത്തടുത്തുള്ള വീടുകളായതിനെ കൊണ്ട് തന്നെ ഒരു വീടിൻ്റെ ബാക്ക് ആ വീടിൻ്റെ മുന്നൊക്കെ ആയിട്ടാട്ടോ നിങ്ങൾക്ക് തോന്നുക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബലിയിട്ടത് കേട്ടോ. പിന്നെ അതിനുശേഷം നോക്കുമ്പോൾ നല്ല ചാമ്പക്ക പഴുത്ത് കിടക്കുന്ന ചുവപ്പ് കളറുള്ള ചാമ്പക്ക കണ്ടിട്ടുണ്ട്. വലത്തേ കൈ പൊന്തൂലെങ്കിലും ഇടത്തേ കൈ കൊണ്ട് ആവുന്ന പോലെ എനിക്ക് പറിക്കാനാവുമോ എന്നുള്ള പരീക്ഷണമൊക്കെ ഞാൻ അവിടെ നടത്തി നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഭാഗ്യത്തിന് എൻ്റെ കൈ കൊണ്ട് എത്തുന്ന സ്ഥലത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ കൊമ്പ് പതുക്കനെ താഴ്ത്തിയിട്ട് കുഞ്ഞോ സിദ്ധുവോ വാ, ഇവരിത് കണ്ടില്ല കേട്ടോ. ഇന്നലെ വന്നിട്ടും ഇങ്ങനെ ഇതിൻ്റെ മുകളിലുള്ളത് കുഞ്ഞോ സിദ്ധുവും കണ്ടില്ല. പിന്നെ എനിക്കാവും പോലെ ഞാൻ കുലുക്കി അങ്ങോട്ട് തള്ളിയിട്ട് കുറച്ചെണ്ണം കിട്ടിയിട്ടുണ്ട്. നല്ല ചുവപ്പ് കളറുള്ള നല്ല ചാമ്പക്ക കേട്ടോ. പക്ഷെ നല്ല മധുരമുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നാടൻ ചാമ്പക്ക കേട്ടോ അത്. അപ്പോൾ ഇതിപ്പോൾ ഇനിയിപ്പം മുകളിലോട്ട് നോക്കുന്നുണ്ട്, 2-3 എണ്ണം ബാക്കിയുണ്ട് കേട്ടോ. എന്തായാലും അതെങ്ങനെ നമ്മൾ കുലുക്കി തള്ളിയിട്ടാലും വീഴാത്തതിനെ കൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ലേ. പിന്നെ ഇന്ന് ഇഡ്ഡലി ആയിരുന്നു ചായക്ക്. നല്ല അടിപൊളി സാമ്പാർ. കാരണം എന്താ വെച്ചാൽ വറുത്തരച്ച സാമ്പാറാണേ. വറുത്തരച്ച സാമ്പാറും ഇഡ്ഡലിയും ചായയും. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തന്നെ ഡെയിലി ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കഴിക്കുന്നതിനെ കൊണ്ടായിരിക്കാം. പക്ഷേ പുറത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിൽ പോയി കഴിഞ്ഞാലൊക്കെ ഉണ്ടാക്കി തരുമ്പം കഴിക്കാൻ നല്ല ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിപ്പം സജീഷൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ ഞാൻ പറയലുണ്ട് സാമ്പാർ ഉണ്ടാക്കി തരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നേ. അപ്പം ഇന്നിപ്പം ചിക്കൻ കറി കേട്ടോ. പിന്നെ മീൻ കറിയുണ്ട്, നെയ്ച്ചോറുണ്ട്, പായസമുണ്ട്. അതൊക്കെയാണ് ഇന്ന് ഉച്ചക്കത്തെ വിഭവങ്ങൾ. നല്ല അടിപൊളി പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് പ്രസേച്ചീൻ്റെ മോളാട്ടോ, അഭിരാമി എന്ന് പറയലുണ്ടല്ലോ ഞാൻ. അപ്പോൾ അവളാന്ന് ഉണ്ടാക്കി. അടിപൊളിയായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഇങ്ങനെ എല്ലാവരും കൂടെ നിലത്തിരുന്നായിരുന്നു ഇന്ന് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇന്നലെ എല്ലാം വെജിറ്റേറിയൻ ആയിരുന്നുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ബലിയൊറ്റ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചിക്കനും മീനും എല്ലാം വാങ്ങിച്ച് എല്ലാവരും കൂടി, കാരണം ചിക്കനും മീനും ഒക്കെ ആളാണല്ലോ നമ്മളെ മക്കളൊക്കെ. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞാൻ തിരിച്ച് വടകരയ്ക്ക് പോവുക. കാരണം ഇന്ന് സജീഷേട്ടൻ ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാത്രി തിരിച്ചു വരും. അതേപോലെ കുഞ്ഞുന് സിദ്ധുവിന് നാളെ സ്കൂളുണ്ട്. അതുകൊണ്ട് ഇന്ന് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.